ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ ക്ഷേത്രത്തിൽ തൊഴാനായി എത്തിയ കൃഷ്ണയെ അപായപ്പെടുത്താനുള്ള തീരുമാനവുമായി ഗാഥ ക്ഷേത്ര പരിസരത്തേക്ക് എത്തുന്നു. അപ്രതീക്ഷിതമായി അവിടെ വെച്ച് കൃഷ്ണയെ കാണാനിടയായ നവീൻ ഗാഥ എന്ന് വിളിച്ച് അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ പാർക്ക് ചെയ്തിരുന്ന തന്റെ കാറ് സ്റ്റാർട്ട് ചെയ്ത് ക്ഷേത്രത്തിൽ നിന്ന് തൊഴുത് മടങ്ങി വരുന്ന കൃഷ്ണയ്ക്ക് അരികിലേക്ക് പാഞ്ഞെത്തുന്നു. കൃഷ്ണയെ ഇടിച്ചു തെറിപ്പിച്ച് കൃഷ്ണ രക്തത്തിൽ കുളിച്ച് നിലത്ത് വീണ് കിടക്കുന്ന കാഴ്ച നേരിൽ കാണുകയാണ് ഗോപാലേട്ടൻ. അങ്ങനെ ഗാഥയാണ് ഈ കൊടും ക്രൂരത ചെയ്തതെന്നുള്ള സത്യത്തിന്റെ ദൃക്സാക്ഷിയായി ഗോപാലമാമൻ നിൽക്കുമ്പോൾ ഈ കാഴ്ച കണ്ട് അവിടേക്ക് ഓടിയെത്തിയ നവീൻ പൊട്ടിക്കരയുന്നു. ഗാഥ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് കരയുന്ന നവീന്റെ അരികിലേക്ക് ഗോപാലൻ ഓടിയെത്തുകയും ഉടൻ തന്നെ കൃഷ്ണയെ അവിടുന്ന് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. നവീന്റെ സങ്കടം കണ്ട് എല്ലാ സത്യങ്ങളും വിളിച്ചു പറയണമെന്ന് ആഗ്രഹിച്ച ഗോപാലമാമൻ തൽക്കാലത്തേക്ക് കൃഷ്ണമോൾക്ക് ഇപ്പോൾ ബോധം തെളിയാത്തത് കൊണ്ട് തന്നെ മോളുടെ ഈ ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാത്തപ്പോ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നത് ശരിയല്ല എന്ന കാരണത്താൽ ഗോപാലൻ മനസ്സിന്റെ ആ ഒരു ആഗ്രഹം അടക്കി പിടിച്ചുകൊണ്ട് തന്റെ കൃഷ്ണമോളുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.